എടുത്തു നല്ലതാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ പലതും നമ്മൾ കാണുമ്പോൾ മീൻസ് നമ്മളൊരു രാജ്യസ്നേഹിക ആയതുകൊണ്ടാവാം മേ ബി നമ്മളുടെ രാജ്യത്തിന് മീൻസ് ഇതിൽ പൊളിറ്റിക്സ് അല്ല കേട്ടോ. എനിക്ക് ക്രിസ്ത്യൻ, ഹിന്ദു, മുസ്ലിം അങ്ങനത്തെ ഒരു വേർതിരിവുള്ള ആളല്ല ഒന്നിലും. അത് സിനിമയിലോ എൻ്റെ ജീവിതത്തിലോ പേഴ്സണലോ എനിക്ക് അങ്ങനെ ഒന്നുമില്ല. എനിക്ക് എല്ലാ മനുഷ്യരും ഒന്നേ ഉള്ളൂ, ഒരൊറ്റ ശ്വാസമേ ഉള്ളൂ. ആണ് പെണ്ണെന്ന പോലുള്ള വ്യത്യാസം എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണാറില്ല. എല്ലാ മനുഷ്യന്മാരാണ്, അത് സിനിമയിലായാലും അങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മുടെ രാജ്യത്തിനൊരു ക്രെഡിബിലിറ്റി ഉണ്ട് ലോകരാജ്യങ്ങളുടെ മുമ്പിൽ. നമുക്കറിയാം 68-70 വർഷത്തോളം ഭരിച്ച കോൺഗ്രസ് സർക്കാർ പല കാര്യങ്ങളും നമ്മളെ തെറ്റായി വ്യാഖ്യാനിച്ചത് കൊണ്ട് സോഷ്യൽ മീഡിയയോ ഡിജിറ്റൽ യുഗമോ അല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ പലതും വിശ്വസിക്കുന്നു. സത്യം പറഞ്ഞാൽ ഏതോ ഗർഭിണിയുടെ വയറ്റിൽ ശൂലം കുത്തിയിട്ട് കുഞ്ഞിനെ എടുത്തിട്ടുള്ളൊരു ചിത്രം കുഞ്ഞുനാൾ മുതൽ കേൾക്കുന്നതാണ്. ഞാനും വിചാരിച്ചിരുന്നു ഇത്ര ഭീകരവാദികളാണല്ലോ ഈ RSS, BJP, അങ്ങനെ തന്നെ വിചാരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യം ഞാൻ 9 വർഷം റിസർച്ച് ചെയ്തു, പല സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്തു, പാർട്ടിയെക്കുറിച്ച് പഠിച്ചു. നമുക്ക് ഈ ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് ആ റിസർച്ച് ചെയ്തതെന്ന് മനസ്സിലാക്കിയത് ഈ പറയുന്നതൊന്നുമല്ല വാസ്തവം, യാഥാർത്ഥ്യം വേറെയാണ്. അതുകൊണ്ട് തന്നെയാണ് പാർട്ടിയിലേക്ക് പോലും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു ഭാഗമാകാൻ തീരുമാനിച്ചത് പോലും അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ കാണുന്നതോ നമ്മളെപ്പോഴും സത്യം ചിലപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും വിഷ്വലൈസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ മാധ്യമപ്രവർത്തകരായാലും മനുഷ്യരായാലും ആരായാലും ഒരു സത്യത്തോട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളെങ്കിലും പറയണം എന്നുള്ളൊരാഗ്രഹമുള്ള ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ചരിത്രമുണ്ട്. ഗോത്ര സംഭവം പറയാതെ ഗുജറാത്ത് കലാപം പറഞ്ഞാൽ എങ്ങനെയാണ് മനസ്സിലാവുക? ഒരാൾ ഒരു അടി കൊടുക്കുമ്പോഴാണ് തിരിച്ചൊരു അടി കൊടുത്തതിനൊരു റീസൺ, അതെന്ത് റീസണാണെന്ന് അങ്ങനെയല്ലേ സാധാരണഗതിയിൽ ചെയ്യാം. അപ്പോൾ ഒരു ഗോത്ര കലാപത്തിന് ടൈറ്റിൽ റോളിൽ മാത്രം ചെറുതായിട്ട് ഓടിച്ചു പോകുന്നൊരു സാധനം ആർക്കും മനസ്സിലാവില്ല എന്താണ്. പ്രത്യേകിച്ച് യങ് ജനറേഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്നതും അവരും പല ഇതിലാണ്. ഇപ്പോൾ ഒരു 10-18 വയസ്സായ കുട്ടി അവൻ കാണുന്ന വിഷ്വൽ, അവൻ അറിയുന്ന കാര്യങ്ങളിൽ അവന് ഭയങ്കര സംശയങ്ങളാണ് കുട്ടികൾക്ക്. അയ്യോ ഗുജറാത്തിൽ ഇത്രയും സംഭവങ്ങൾ നടന്നത് എങ്ങനെ സംഭവിച്ചു, എന്താണ് കുഞ്ഞതിൻ്റെ ബാക്കിലുള്ള ഹിസ്റ്ററി ചിലപ്പോൾ പഠിക്കുന്നുണ്ടാവില്ല. സ്വാഭാവികമായിട്ടും അവൻ്റെ ഉള്ളിലൊരു ഇത് വരും. സിനിമ എന്നൊക്കെ പറയുന്ന ഒരുപാട് സ്വാധീനിക്കുന്ന ഒരു മേഖല തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിനെ പർപ്പസ്ഫുള്ളി ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് അങ്ങനെ പറയുമ്പോൾ അത് രാജ്യത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും, അതിൽ ജാതി മതം രാഷ്ട്രീയമൊന്നും നോക്കാതെ ആളുകൾ പ്രതികരിച്ചിരിക്കുന്നത്, അമ്മമാർ പ്രതികരിച്ചിരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ ബോധപൂർവം തർക്കം നോക്കുമ്പോഴാണ്. അത് സിനിമയിലൂടെ അവർ ചെയ്യാൻ ശ്രമിച്ചു, അവർ ജയിച്ചെങ്കിൽ അവരെ വിജയമെന്നേ പറയാൻ പറ്റുള്ളൂ. അത് സിനിമ അവരുടെ സക്സസ് ആണ് അല്ലേ. തീർച്ചയായിട്ടും സിനിമ എന്ന് പറയുന്നൊരു ഇൻഡസ്ട്രിയാണ്, ഏറ്റവും കൂടുതൽ നികുതി കിട്ടുന്നതാണ്. അപ്പോൾ സിനിമയ്ക്ക് സിനിമയുടേതായ കുറേ കാഴ്ചപ്പാടില്ലാതെ എല്ലാം പർദ്ദയിട്ടും അല്ല ഭയങ്കര ഇതായിട്ടൊന്നും നമുക്ക് സിനിമയെ കാണിക്കാൻ പറ്റില്ല. പലതും വൾഗറായിട്ടുള്ള രംഗങ്ങൾ ഉണ്ടാവാം. ഞാനൊരു സോഷ്യൽ വർക്കറായിട്ടും പല സിനിമയിൽ നമ്മൾക്ക് ഇഷ്ടമല്ലാത്ത ചില വസ്ത്രങ്ങളൊക്കെ ചിലപ്പോൾ ചില സമയത്ത് നമുക്ക് ധരിക്കേണ്ടി വരും. അത് ക്യാരക്ടറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ നമ്മുടെ തൊഴിലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. പക്ഷേ നമ്മൾ അങ്ങനെയാണോ? അങ്ങനെയല്ല. അപ്പോൾ അത് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്ന് പറയുന്നത് വലിയൊരു വിഷയമാണ്. അപ്പോൾ സിനിമ ഒരുപാട് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു സംഭവമാണ്. ഈ സിനിമ ജനങ്ങളിലേക്ക് എത്രത്തോളം ഇൻഫ്ലുവൻസ് നെഗറ്റീവ് ഇമ്പാക്റ്റ് വന്നിട്ടുണ്ട്. അതായത് ഇതിനകത്ത് തന്നെ ഗുജറാത്ത് കലാപത്തിൻ്റെ ഇതിൽ ഇരയാക്കപ്പെടുന്ന ഒരു പയ്യൻ ഓടിപ്പോയി അവൻ രക്ഷപ്പെടുന്നത് പള്ളിയിലോ അമ്പലത്തിലോ അല്ല, അവൻ പോകുന്ന ലഷ്കർ എ തോയ്ബയുടെ സൈനിക ക്യാമ്പിലേക്കും അവരുടെ ടെററിസ്റ്റ് ട്രെയിനിങ് കൊടുക്കുന്ന ക്യാമ്പിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഒരു ഗ്ലോറിഫൈ ചെയ്ത് നമ്മൾ അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ യങ് ജനറേഷന് ആ ഒരു ലെവലിലേക്ക് ചിന്തിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ സിനിമയെ എപ്പോഴും നമ്മൾ മഹത്വവൽക്കരിച്ച് സിനിമയെ കാണിക്കാൻ പറ്റില്ലെങ്കിലും യാഥാർത്ഥ്യമായ അല്ലെങ്കിൽ ഹിസ്റ്ററിയെ ടച്ച് ചെയ്ത് കളിക്കുമ്പോൾ വേറെ എന്തോ എടുത്തോട്ടെ, വേറെ എന്തില്ലാത്ത കഥയെന്ന് പറയുന്നത് അത് സൃഷ്ടിക്കലാണല്ലോ സിനിമ. ഒരു മാജിക്കാണ്, ചെപ്പടി വിദ്യയാണ്, ഇല്ലാത്തതുണ്ടെന്ന് തോന്നിക്കുന്നതാണ് സിനിമ. അത് ചെയ്യും. പക്ഷേ ഹിസ്റ്ററി ആയിട്ട് ഡോക്യുമെൻ്റ് ആയിട്ട് കിടക്കുന്ന പല സാധനങ്ങളെയും എടുത്ത് നമ്മൾ സിനിമ ചെയ്യുമ്പോൾ ആ സിനിമയ്ക്ക് ഒരു ഒതൻറ്റിസിറ്റി ഉണ്ടാവണം, ഒരു നയം ഉണ്ടാവണം. അല്ലെങ്കിൽ ഇതുപോലെയുള്ള കുഴപ്പങ്ങളുണ്ടാവും. ഈ കുഴപ്പങ്ങളില്ലാന്ന് നമ്മൾ പറയുന്നെങ്കിൽ കുഴപ്പങ്ങളുണ്ട് എന്നതുകൊണ്ടാണല്ലോ 24 ഭാഗത്ത് അവരിപ്പോൾ കറക്ഷന് തയ്യാറായിട്ടുള്ളത്. പല സ്ഥലത്തും പല കാര്യങ്ങളും മ്യൂട്ട് ചെയ്തു. പേര് ഇതിൻ്റെ മെയിൻ വില്ലൻ്റെ പേര് ബജ്റംഗി എന്നുള്ള പേര് മാറ്റി ബൽരാജ് എന്ന് വീണ്ടും ആക്കിയിട്ടുണ്ട്. അതുപോലെ പല കാര്യങ്ങൾ NIയുടെ ബോർഡ് പിന്നെ ഗവൺമെൻറ്റിൻ്റെ പെർമിഷനില്ലാതെ NI ബോർഡ് വെച്ചു അത് മാറ്റിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഏറ്റവും വേദനിക്കുന്ന രംഗങ്ങളുണ്ട്. അത് സിനിമ ആയിട്ട് കണ്ടാൽ മതി. ഇപ്പോൾ പ്രഗ്നൻ്റായ ഒരു സ്ത്രീയെ വീണ്ടും റേപ്പ് ചെയ്യുന്നൊരു സീൻ വളരെ ബ്രൂട്ടലായിട്ട് കാണിച്ചിരിക്കുന്നു. അതൊക്കെ പല സിനിമയിലും വന്നിട്ടുണ്ട്. അതൊരു വിഷയമല്ല. സിനിമയിൽ അത്തരം രംഗങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അത് സിനിമ അതിൻ്റെ വഴിക്ക് പോകും. പക്ഷെ അത് ജനങ്ങളിൽ ഉണ്ടാക്കുന്ന ഈ മൊത്തത്തിലുള്ള ഒരു ഹിസ്റ്ററി സാധനം വെച്ച ആളുകൾ അളക്കുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ കിട്ടുന്ന അല്ലെങ്കിൽ കുട്ടികളുടെ മനസ്സിൽ കിട്ടുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് അന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് കൊണ്ട്
ഹിന്ദുക്കളായ ആളുകൾ ഇത്രയും ചെയ്തിട്ടുണ്ടാകുമോ എന്നൊരു ചിന്ത വരും. ഒരു ഹിന്ദുവാണ് ഒരു പ്രഗ്നൻ്റ് ആയ സ്ത്രീയെ ഇത്രമാത്രം വീണ്ടും വീണ്ടും അവളെ റേപ്പ് ചെയ്യുന്നത്, ആ ഒരു സാധനം കിടക്കും. അതുപോലെ കുഞ്ഞുങ്ങളെ അമ്മമാരെ ഇത്രയും നിഷ്ഠൂരമായിട്ട് കൊല്ലുന്നത്. അപ്പം അത് ജാതി തിരിച്ചവിടെ പറഞ്ഞിരിക്കും. കാരണം എല്ലാ ക്രിമിനൽ വില്ലൻ്റെ പേരും അതിനകത്ത് ഹിന്ദുക്കളാണ് ഈ സിനിമയിൽ. പക്ഷേ സിനിമ ചെയ്തിരിക്കുന്നത് ഹൈന്ദവരാണ്. ഇവിടെ ഇപ്പോൾ ഹിന്ദു മുസ്ലിം പ്രശ്നമാണല്ലോ ഇവിടെ എല്ലാവരും എടുത്ത് ഇത് പറഞ്ഞ് പ്രശ്നമാക്കിയത്. ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. പക്ഷേ മതത്തെ വെച്ച് സിനിമയെ വളർത്താൻ നോക്കിയാൽ, വർഗീയതയെ വിറ്റ് സിനിമയെ വളർത്താൻ നോക്കിയാൽ അത് ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പിഴയ്ക്കും, ഇല്ലേ? ഇപ്പം നമുക്ക് നമ്മുടെ അച്ഛനും അമ്മയും വിറ്റ് വേണമെങ്കിലും ചിലവർ ജീവിക്കും. അച്ഛനും അമ്മയ്ക്കും നാണക്കേട് ഉണ്ടാക്കിയും ജീവിക്കും മക്കൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മളെ അച്ഛനും അമ്മയും നമ്മൾ കഷ്ടപ്പെട്ട് അവരെ പോറ്റി പൊന്നുപോലെ നോക്കിയിട്ട് നമ്മൾ അന്തസ്സായിട്ട് ജീവിക്കുന്ന ആൾക്കാരും ഉണ്ട്. അതിന് അന്തസ്സുണ്ടാവും. നമുക്ക് എങ്ങനെ വേണമെങ്കിലും പണം ഉണ്ടാക്കാം. അപ്പോൾ സിനിമ, നാടകം, മറ്റ് കലാരൂപങ്ങൾ അവനവൻ്റെ സൃഷ്ടിയാണ്. ഇപ്പോൾ എഴുതിയ മുരളി ഗോപി അദ്ദേഹത്തിനൊരു വിഷൻ ഉണ്ടാവും, ഡയറക്റ്റ് ചെയ്ത പൃഥ്വിരാജ് സാറിന് ഒരു ഇതുണ്ടാവും, അഭിനയിച്ച ലാലേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അവരിതൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നതിനോട് ഒന്നും യോജിക്കും. കാരണം നമ്മളൊരു ചെറിയ ആർട്ടിസ്റ്റായിട്ട് പോലും സിനിമയുടെ ഫുൾ സ്റ്റോറി നമ്മൾ കേട്ട് പലവട്ടം വായിച്ച് കേട്ട് വിഷ്വലും എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് നമ്മളൊരു സിനിമ ചെയ്യുന്നത്. ചെറിയ ആർട്ടിസ്റ്റായി ഞാൻ പോകും. അപ്പോൾ ഇത്രയും വലിയൊരു സൂപ്പർ സ്റ്റാർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് സിനിമയുടെ A-to Z ഓരോ ക്യാമറയുടെ ആംഗിൾ എവിടെ വരുന്നു എന്നുള്ളത് പോലും അവർ കൃത്യമായിട്ട് പഠിച്ചിട്ട് മാത്രമേ ലാലേട്ടനെ പോലെ ഒരാൾ അഭിനയിക്കും. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു മേജർ രവി സാറ് ഇങ്ങനെ പറഞ്ഞിരുന്നത് കേട്ടിരുന്നു, ലാലേട്ടൻ സ്ക്രിപ്റ്റ് ഫുള്ളായിട്ട് വായിച്ചിട്ടില്ല. അതിൽ സത്യമില്ല എന്നുള്ളത് മല്ലിക ചേച്ചിയും അവരുടെ മറ്റ് ആൻ്റണി പെരുമ്പാവൂർ ചേട്ടനൊക്കെ സംസാരിച്ചത് മനസ്സിലാക്കിയത് അവരെല്ലാം കൃത്യമായിട്ട് ഇത് വായിച്ച് മനസ്സിലാക്കി തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ബോധപൂർവം അവരും പങ്കാളിയാണെന്നുള്ളതാണ് ആ ഒരു കഥ ഇങ്ങനെ വരുമെന്ന് അറിയാമല്ലോ. പിന്നെ ഇവർ പറയുന്നത് പ്രിവ്യൂ എവിടെയും കാണിച്ചിട്ടില്ല. അപ്പോൾ അത് എനിക്കും അതിശയം തോന്നുന്നു. കാരണം എല്ലാ സിനിമയ്ക്കും, ഏത് വമ്പൻ സിനിമയ്ക്കും ഒരു പ്രിവ്യൂ ഉണ്ടാവും. പ്രിവ്യൂ ഷോ ചിലപ്പം നമ്മൾക്ക് പുറത്തുള്ളവരെ ക്ഷണിക്കില്ല. എന്നാൽ പോലും ഒരു ഇപ്പോൾ സൂപ്പർ സ്റ്റാർസിൻ്റെ പടമാണെങ്കിൽ കൂടി അവരൊരു 10 പേരോ 20 പേരോ ഉള്ളൊരു ഷോ എന്തായാലും ഉണ്ടാവും. ഈ സിനിമയ്ക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. 24 ദിവസം മുമ്പാണ് ഇതിൻ്റെ സെൻസറിങ് നടന്നിരിക്കുന്നതെന്നാണ് അറിയുന്നത്. സെൻസർ ബോർഡ് ഉൾപ്പെടെ ഉള്ളവരെ സംശയ നിഴലിൽ നിർത്തുന്ന ഒരു സംഭവമായിട്ടാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കാരണം അത് എന്താണെന്ന് അറിയില്ല. കാരണം സാധാരണ സെൻസർ ബോർഡിലുള്ളവർക്ക് കഥ കിട്ടുമല്ലോ, അങ്ങനെ പലതും ലീക്കാവുന്നത് അങ്ങനെയാണ്. അപ്പോൾ അവിടെയൊക്കെ ഇവർ പല രീതിയിൽ ബ്ലോക്കേജ് ചെയ്തെന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ അന്തസ്സിനെ തകർക്കാൻ വേണ്ടി അത്രയും ഗൂഢമായിട്ടൊക്കെ ശ്രമിച്ചു എന്ന് എല്ലാവരും പറഞ്ഞു കേൾക്കുമ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ പൃഥ്വിരാജിനെ, ലാലേട്ടനെയൊക്കെ നമുക്ക് അത്രയും ജീവനാണ്. അവരെയൊക്കെ വേറൊരാൾ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലേക്ക് വരുമ്പോൾ ആക്ച്വലി ഞാനൊക്കെ തന്നെ ഭയങ്കര ഡെസ്പാണ്. കാരണം നമ്മൾക്കൊക്കെ ഒരു ബെസ്റ്റ് ആക്ടർ എന്നുള്ളൊരു പൊസിഷനിൽ നമ്മൾ മമ്മൂക്കയിലും ലാലേട്ടനും എല്ലാവരും വെച്ചിരിക്കുന്നതാണ്. പൃഥ്വിരാജ് എന്ന് പറയുന്ന വ്യക്തിയോടാണെങ്കിൽ അങ്ങേയറ്റത്തെ ആദരവും ബഹുമാനവും സ്നേഹവും ഇഷ്ടമൊക്കെ ഉള്ള ഒരാളാണ്. കാരണം അത്രയും കേപ്പബിൾ ഉള്ളൊരു ആളാണ്. ഈ യുവാക്കളുടെ ഇടയിൽ നിന്ന് വന്നിട്ട് എത്രത്തോളം കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഉണ്ടാക്കിയ ഒരു സിംഹാസനമാണ്. പൃഥ്വിരാജ് സ്വയം വഴിവെട്ടി വന്നതെന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ വന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അതിൽ കളങ്കമേൽക്കുന്ന ഒരു സാധനം അദ്ദേഹത്തിന് വന്നു പോയി പിഴയെന്ന് പറയാൻ പറ്റില്ല. കാരണം 1 മിനിറ്റോ 2 മിനിറ്റോ ഉള്ള സാധനമാണെങ്കിലും പെട്ടെന്ന് എടുത്തി ആടുന്ന ഒരു സാധനമാണെങ്കിലും നമുക്ക് അയ്യബദ്ധം പറ്റാം മനുഷ്യന്മാർക്ക്. പക്ഷേ ഈ സിനിമ ഇങ്ങനെ വരുമെന്നും ഇതൊരു വിവാദമാവുമെന്നും ഈ വിവാദത്തിൻ്റെ പുറകിൽ സിനിമയ്ക്ക് നല്ല കോടികൾ കിട്ടുമെന്നും ആ കോടികളിൽ അവർക്ക് ബിസിനസ് ചെയ്യാൻ വീണ്ടും സിനിമ ചെയ്യാമെന്നേ വിചാരിച്ചിട്ടുള്ളൂ. പിന്നെ ഇതിനകത്ത് വേറൊരു ഇത് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വൈഫ് BBC-യിൽ നേരത്തെ ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ഇന്ത്യയെ ദ്രോഹിച്ച BBC ചാനലാണ്. നമ്മുടെ മോദിജി ഉൾപ്പെടെ അന്നത്തെ ഗുജറാത്ത് കലാപത്തിന് തെറ്റായി വ്യാഖ്യാനിച്ച് രാജ്യത്തിൻ്റെ അന്തസ്സിന് കളങ്കം വരുത്തുന്ന രീതിയിൽ ചെയ്തത് BBC ചാനലാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ BBC പോലെയുള്ളൊരു ചാനലിൽ വർക്ക് ചെയ്ത ആളിന് കൂറ് അവിടെ കിടക്കുമെന്നും ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ 70% ആളുകളും ഫോറിനേഴ്സാണ്, ഹോളിവുഡ് സ്റ്റാർസാണ് അഭിനയിച്ചതെന്നും അതിൻ്റെ അകത്ത് വേറൊരു അജണ്ട ഉണ്ടെന്നും സമൂഹം ചിന്തിച്ചാൽ അവരെ കുറ്റപ്പെടും. ഞാൻ ചിന്തിച്ചു എന്ന് ഞാൻ പറയുന്നില്ല. ഇതുപോലെ ആളുകൾ ചിന്തിച്ചാൽ, പൊതുസമൂഹം ചിന്തിച്ചാൽ നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ ഇതിനകത്തൊരു ഹിഡൻ അജണ്ട, ഒരു റിലീജിയസ് എനിമിറ്റി, ഒരു കലാപം ഉണ്ടാക്കാൻ സിനിമയിലൂടെ അവർ പർപ്പസ്ഫുള്ളി ശ്രമിച്ചു എന്നതാണ് പൊതുജനം പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് രേഖപ്പെടുത്താം. സുപ്രിയയുടെ മാത്രമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അവരതിൽ വർക്ക് ചെയ്തിരുന്നു, ഇപ്പോൾ അതിനകത്തില്ല. പക്ഷെ അവരതിൽ ഇൻവോൾവ് ആണോന്നുണ്ടോ? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. BBC പോലുള്ള ഒരു ചാനലാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയുടെ ഏറ്റവും മോശം കാര്യങ്ങളിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് ഇന്ത്യയെ ലോകത്തിന് മുന്നിൽ താറടിക്കാൻ BBC ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ ഡോക്യുമെൻ്ററി ഒക്കെ കണ്ടതാണ്. അപ്പം അങ്ങനെ ഒരു ചാനലിൽ വർക്ക് ചെയ്തിരുന്ന ഒരാൾക്ക്
അതിലേക്ക് കൂടുതൽ അല്ലെങ്കിൽ മറ്റു രാജ്യത്തിന് മുമ്പിൽ നമ്മളെ രാജ്യത്തെ ഇൻസൾട്ട് ചെയ്യാൻ പറ്റുന്നത് സിനിമയിലൂടെ ആയാലും ചെയ്യുമെന്നാണ് പൊതുജനം പറയുന്നത്. ഇത് എൻ്റെ അഭിപ്രായമല്ല, കോമൺലി ജനങ്ങളും മീഡിയയും ഒരുപാട് ആളുകൾ സംസാരിച്ച് ഞാൻ കേട്ടിട്ടുണ്ടാകുന്നു. എനിക്കങ്ങനെ വ്യക്തിപരമായ എൻ്റെ അഭിപ്രായമല്ല, ഞാനിതൊരു പൊതു എന്താ പറയുന്ന അഭിപ്രായമായിട്ട് നമ്മൾക്ക് തോന്നിയതും കേട്ടതും പറഞ്ഞതാണ്. എനിക്ക് എൻ്റേതായ വേറൊരു വിഷനിലാണ് ഞാൻ ആ സിനിമ കാണുന്നത്. പക്ഷേ എന്നാൽ പോലും രാജ്യത്തിന് കളങ്കം വരുത്തുന്ന ഒരു സാധനം ഞാൻ എൻ്റെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. എൻ്റെ അമ്മയെപ്പോലെ തന്നെ ഞാൻ പിറന്ന നാട്, എൻ്റെ രാജ്യം, എൻ്റെ ഭാരതത്തിന് അത്രയും വില മതിക്കും. അതില്ലാതായാലും നമ്മൾ രാജ്യദ്രോഹിയാവില്ലേ? അപ്പോൾ എൻ്റെ രാജ്യത്തെ ഞാൻ സ്നേഹിക്കുമ്പോൾ എൻ്റെ രാജ്യത്തിന് കളങ്കം വരുന്ന കാര്യങ്ങൾ ഹിസ്റ്ററി വളച്ചൊടിച്ച ഒരു സിനിമ അല്ല. സിനിമയിൽ എന്ത് ഹിസ്റ്ററി പറയാതെ ഈ സിനിമയിൽ എന്ത് ചെയ്തിരുന്നാലും ഒരു പ്രശ്നമില്ലായിരുന്നു. ഒരുപാട് സിനിമ നമുക്കറിയാലോ, കർണാടക സാധനത്തെക്കുറിച്ച് എന്തോരം സത്യറായിട്ടുള്ള സാധനങ്ങൾ വന്നിട്ടുണ്ട്. എല്ലാ നായനാരെക്കുറിച്ച് വന്നിട്ടില്ല, എല്ലാ ആൾക്കാരെക്കുറിച്ച് സിനിമയിൽ കോമഡി ഡെയിലി എന്തെല്ലാം സാധനമാണ് വരുന്നത്. അതൊരു തമാശയായിട്ട് ആൾക്കാർ എടുക്കും. ഹിസ്റ്ററി അല്ല അവർ വളയ്ക്കുന്നത്. ഒരു ചില സാധനങ്ങളല്ലാതെ പറയും. ഇത് വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു സാധനം എടുത്ത് കലാപത്തിന് കൊടി വീണ്ടും ഉയർത്തുന്ന രീതിയിൽ പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ പ്രയോജനം വന്നതും ഗുജറാത്ത് കലാപത്തിൽ ഇരയാക്കപ്പെട്ട ആളുകൾക്ക് തന്നെയാണ്. കാരണം ഇത് വീണ്ടും ലോകം മുഴുവൻ ചർച്ച ചെയ്യുകയും ഗോദ്ര സംഭവം എന്തായിരുന്നു എന്നും അതിലെന്താണ് നടന്നതെന്നും പിന്നീടുണ്ടായ ഗുജറാത്ത് കലാപത്തെക്കുറിച്ചും നന്നായിട്ട് ആളുകൾ, ചെറിയ മക്കൾ പോലും ചോദിച്ചു തുടങ്ങി, എന്താണ് അമ്മ ഗുജറാത്ത് കലാപം, അല്ലെങ്കിൽ എന്താണ് അത് പഠിക്കാൻ കുട്ടികൾക്ക് മനസ്സിലായി. അങ്ങനെ ഒരു അവസരം എമ്പുരാൻ കൊടുത്തു, തമ്പുരാനെ. അത് തന്നെയാണ്. അപ്പം അതൊക്കെയാണ് നമ്മൾ കേട്ട അഭിപ്രായങ്ങളിൽ വെച്ചിട്ട് അതാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും കണ്ടോ? ഇന്നിപ്പോൾ കട്ട് ചെയ്തതിൻ്റെ ഭാഗം വെച്ചിട്ട് നാളെ മുതൽ കാണിക്കുന്നു അല്ലേ? ഇന്ന് മുതൽ ചേച്ചി, ഞങ്ങൾ സിനിമ കണ്ടപ്പോൾ ഓൾറെഡി ഫസ്റ്റ് ഡേ കണ്ടാണ്. പക്ഷേ ഒരിക്കൽ പോലും ഞങ്ങൾക്ക് അങ്ങനെ ഒരു, അതായത് സാധാരണ ആൾക്കാർക്ക് ഒരിക്കൽ പോലും അതൊരു ഗുജറാത്ത് കലാപത്തിൻ്റെ ഇതിൽ നിന്ന് ഒരു മുസ്ലിംസിന് അങ്ങനെ സംഭവിച്ചോ അല്ല, അങ്ങനെയൊന്നും തോന്നിയില്ല. കാരണം ഇവർ ചെല്ലുന്ന ഒരു ഹിന്ദു വീട്ടിലേക്കാണ്. പക്ഷെ ഇത് ഭയങ്കരമായിട്ട് വിവാദമായപ്പോഴാണ് അങ്ങനെ ഒരു സംഭവമായിരുന്നു ഇത് എന്നൊക്കെ എല്ലാവരും ചിന്തിച്ചത്. അപ്പോൾ കാരണം മേജർ രവി, ഇപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ മേജർ രവി സാറ് പോലും പറഞ്ഞത് പടം നല്ലതായി കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയും ചെയ്ത സംഭവമാണ്. അതിനുശേഷമാണ് പിന്നെ വന്ന് ഇങ്ങനെ പറഞ്ഞത്. പക്ഷെ അതിൽ നമുക്കൊരു എന്താണ് അങ്ങനെ പറഞ്ഞതെന്നുള്ളൊരു ഡൗട്ടുണ്ട്. അല്ല, അത് നമ്മളിപ്പോൾ സാധാരണ പ്രേക്ഷകൻ്റെ ലെവലിലായിരിക്കില്ല പലരും കാണുന്നത്. അപ്പോൾ സിനിമയെ അസസ് ചെയ്യുന്നത് സിനിമയിൽ തന്നെയുള്ള ആളുകൾ പറഞ്ഞല്ലോ ഇതിനകത്ത് ഇത്രത്തോളം വിവാദം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ പർപ്പസ്ഫുള്ളി എടുത്തിരിക്കുന്ന ഒരു സാധനമായിട്ട് ചിലപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് കാണുമ്പോൾ തോന്നൂല. ഞാൻ ആദ്യം കണ്ടപ്പോഴേ എനിക്കും ഈ പറഞ്ഞ ഒരു സാധനം എന്നാലും കത്തി വന്നു. ഇങ്ങനെയാണ് ഫസ്റ്റ് ടൈറ്റിലിൽ തന്നെ ഗോദ്ര സംഭവം പോകുന്നുണ്ടായിരുന്നു ടൈറ്റിൽ. പക്ഷെ അത് ഹൈലൈറ്റ് ചെയ്യുന്നില്ല, വളരെ ഹൈഡ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഗുജറാത്ത് കലാപം കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരിതുണ്ട്. രണ്ടാമത് സിനിമ കണ്ടപ്പോഴാണ് ഓരോ വിഷ്വലായിട്ടും ഓരോ സാധനങ്ങൾ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഇതല്ലേ അത് എന്ന് നമ്മൾ രണ്ടാമത് കണ്ടാലേ മനസ്സിലാവുള്ളൂ നിങ്ങൾക്കായാലും. അപ്പോൾ അത് സാധാരണ ജനങ്ങളെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. അത് സിനിമ കണ്ട് ഇഷ്ടപ്പെട്ട് പോകുന്നവർ, വയലൻസ് ഇഷ്ടമല്ലാത്തവർ പന്ന പടം എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. പക്ഷേ സിനിമയുടെ എഫേർട്ട് നമ്മൾ മാനിക്കണം. ഇത്രയും കോടികൾ ചിലവാക്കി, ഇത്രയും രാജ്യങ്ങൾ ഷൂട്ട് ചെയ്ത്, ഹെലികോപ്റ്റർ ഫൈറ്റുകൾ, ഇത്രയും കാർ ചേസിങ്, എന്തെല്ലാം കാര്യങ്ങൾ സിനിമയിൽ കാണിക്കുന്നുണ്ട്. എല്ലാം ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. അതിനെ നമ്മൾ മാനിക്കണം. ഇത്രയും ആളുകളുടെ എഫേർട്ടും ചോറും, എത്ര പേർക്ക് ഉപജീവനം കിട്ടി, എത്ര പേർക്ക് ഇപ്പം തന്നെ കോടിക്കണക്കിന് നികുതി കിട്ടി ഗവൺമെൻറ്റിന്. അങ്ങനെയൊക്കെ നോക്കുമ്പം ആ സൈഡെല്ലാം ഓക്കെയാണ്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ രാജ്യത്തെ തകർക്കുന്ന സാധനങ്ങൾ പർപ്പസ്ഫുള്ളി പറഞ്ഞ് വീണ്ടും വയലൻസിലേക്ക് പോയി വിവാദം ഉണ്ടാക്കി പൈസ ഉണ്ടാക്കണമെന്നുള്ളത് അവരവർ സിനിമ എടുക്കുന്ന ഫിലിം മേക്കേഴ്സിൻ്റെ റൈറ്റ്സാണ്, അവരുടെ അവകാശമാണ്. അതിന് എല്ലാവർക്കും ഇന്നത്തെ ഇന്ത്യൻ ഭരണഘടനയിൽ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവരത് ചെയ്യുന്നു.